ഡ്രസ്സ് അയക്കാൻ പറയുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതൊന്നും എനിക്ക് ക്യാമറയിൽ പറയാൻ പറ്റില്ല, ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നതാണ്. എനിക്ക് അന്ന് രാത്രി അവിടെ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര റെഡിക്കുലസ് ആണ്. അഥവാ രഞ്ജിത്ത് എന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഞാനെന്നല്ല ഒരാളും ചിന്തിക്കില്ല അയാൾക്ക് ഇത്ര വൈകൃതമായ സ്വഭാവം ഉണ്ടാവുന്നു. കാരണം വളരെ ഫാൻറ്റസി, വളരെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. ആ സമയത്ത് താങ്കളെ ശാരീരികമായി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ശാരീരികമായി ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് സജീർ എതിർത്തില്ലേ? എതിർക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സാറേ എനിക്ക് സാർ എന്താ ചെയ്യുന്നത്, സാർ എന്തിനാ ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം എന്നോട് പറയുന്ന ചില സിനിമ കാര്യങ്ങൾ, അഥവാ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എൻ്റെ ഭംഗി അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യവും കാര്യങ്ങളെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. എനിക്കൊരു ചാൻസ് അദ്ദേഹം തരും, സിനിമയിലെ ഒരു അവസരം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ഞാൻ അവിടെ പോയത്. ആ പോയതുകൊണ്ട് എനിക്കിത് ഓഫ് കോഴ്സ് ഞാനത് അഡ്മിറ്റ് ചെയ്യാണ്. എനിക്ക് നോ പറയാനുള്ള ഒരു ശേഷി അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മദ്യപിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഈ മദ്യപിക്കുന്നത് അദ്ദേഹം എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്. ഓൾറെഡി ഞാൻ കുറച്ച് അൺകോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനെ പ്രതികരിക്കാൻ എനിക്കുള്ള ശക്തി ഇല്ലാഞ്ഞത്. പിന്നെ അതിനുശേഷം പുള്ളി എന്നോട് ചെയ്ത കാര്യങ്ങളും എല്ലാം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും അന്ന് എന്താണ് അദ്ദേഹം എന്നെ ചെയ്തത് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ ഹോണ്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ, കാരണം എനിക്ക് അന്ന് രാത്രി ഈ ബാംഗ്ലൂർ എന്ന നഗരത്തിൽ എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. ഇനി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോന്നാൽ തന്നെ ആ ഹോട്ടലിൽ ഒരു വ്യക്തിക്കും അറിയില്ല ഞാൻ ആ റൂമിലുള്ള കാര്യം. ആ രീതിയിലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ അന്ന് രാത്രി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് അദ്ദേഹത്തിൻ്റെ കുറേ വാചാലമായ വാക്കുകളും, അദ്ദേഹം വളരെ വളരെ ഫ്ലറിഷ് ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച വേറൊരു കാര്യം, അദ്ദേഹം എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയുണ്ടായി. ഫോണിൽ എന്നോട് നെയ്ക്കഡായിട്ട് നിന്നിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഫോട്ടോസ് എടുത്തപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ടവൽ ഞാൻ വെച്ച് മറച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇല്ല, എനിക്ക് പിക്ചേഴ്സ് എടുക്കണം. അങ്ങനെ അദ്ദേഹം എൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. പിക്ചേഴ്സ് എടുത്തതിന് ശേഷം പുള്ളി സെൻഡിങ് ടു സമ്മൺ. ആൻഡ് എനിക്ക് എക്സാക്ട്ലി അറിയില്ല അത് ഏത് ആപ്പാണെന്ന്, കാരണം 2012 ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വാട്സപ്പ് ഒന്നും അത്ര ഇതായിട്ട് സജീവമായിട്ടില്ല. ആ സമയത്ത് എനിക്കറിയില്ല അത് ഏത് ആപ്പാണെന്ന്. ബട്ട് ഹീ സെൻഡിങ് ദാറ്റ് ഫോട്ടോസ് ടു സമ്മൺ ആൻഡ് ഹീ ടോൾഡ് മീ ദാറ്റ് ഐ വാണ്ടഡ് ടു ഷോ. ഞാൻ ഒരാൾക്ക് ഇത് കാണിച്ചു കൊടുത്തു, ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞില്ല, പിന്നെ ഒരു നടിയാണെന്ന് പറഞ്ഞു. പിന്നെയാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ നടിയുടെ പേര് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരാണെന്ന് എന്നോട് പറയുന്നത്, അവർക്കാണ് ഫോട്ടോസ് അയച്ചു കൊടുത്തത് എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് നിൻ്റെ കുറച്ചും കൂടി പിക്ചേഴ്സ് വേണം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോസ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോസ് എടുത്തതിന് ശേഷം അന്ന് ആ രാത്രി അതോടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അതേ ബെഡിൽ ഞാൻ അവിടെ കിടന്നുറങ്ങി.